ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ചെടികളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ പ്ലാന്റിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. കാര്യം എൻ്റെ മോൻ വെച്ച പ്ലാന്റാണ്. ഈ ഡ്രമ്മിലൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് പോയതാണ്. ഇപ്പോൾ ഇത് കായ്കളായി. ഞാൻ സ്റ്റെഫിനോട് പറഞ്ഞു, നീ ഇനി വരുന്ന സമയത്ത് നിനക്ക് കുറേ ഡ്രാഗൺ ഫ്രൂട്ട് പഴം കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റംബൂട്ടാനാണ്. റംബൂട്ടാനും മഞ്ഞച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മുടെ മാവിലെ മാങ്ങകളാണ് കേട്ടോ. ഇതിനൊക്കെ കിളി കൊത്താതിരിക്കാൻ ഇങ്ങനെ നമ്മൾ നെറ്റിട്ട് വെച്ചിരിക്കുകയാണ്. ഇതാണ് മാങ്ങ. ഇത് നമ്മുടെ പറമ്പിൽ നിറച്ചെപ്പോഴും ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ്. മാങ്കോസ്റ്റിൻ്റെ രുചിയോട് സാമ്യമുള്ള പുളിയും മധുരവും ഒക്കെ കലർന്നിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ചെറിയ ഫ്രൂട്ടാണ്, നമുക്ക് ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരുപാട് കഴിക്കാൻ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ പേരറിയാവുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള നല്ല രുചികരമായിട്ടുള്ള നല്ല എനർജി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഒറിജിനൽ മാങ്കോസ്റ്റിൻ. ഇതാണ് കേട്ടോ ഒറിജിനൽ മാങ്കോസ്റ്റിൻ ഫ്രൂട്ട്. അടുത്ത ചെടി എന്ന് പറയുന്നത് ഇസ്രയേൽ ഓറഞ്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ജസ്റ്റ് ഒരു പുളിയുള്ള ഒരു നാരങ്ങയുടെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട ചെടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ധാരാളമായിട്ടുണ്ടാകും. നിറയെ പൂക്കളും കായ്കളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടി തന്നെയാണിത്. പ്രത്യേകിച്ച് സീസണൊന്നുമില്ല കേട്ടോ.